ഹലോ ഓൾ ഡി വിസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. ഇന്ന് ഒരു ഉത്സവം ഡേ വ്ളോഗാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇന്നൊരു കൊച്ചു ഉത്സവം ഡേ വ്ളോഗാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ നമ്മൾ പോയതാണ് കേട്ടോ. തിരുവനന്തപുരത്തുള്ള ചിറയിൻകീഴിലുള്ള ശാർക്കര ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന് പോയതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ എപ്പോഴും എനിക്ക് ചിറയിൻകീഴ് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കാരണം എൻ്റെ സിസ്റ്റർ ജനിച്ച് വളർന്ന സ്ഥലം, അവളിതിലേക്ക് നടന്നിട്ടുണ്ടാവുമല്ലോ, ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതിന്, ഞങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവൾ ജീവിച്ച സ്ഥലം എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അവിടെ വരുമ്പം എപ്പോഴും ഒരു പ്രത്യേക ഫീലാണ്. അവൾ പോയിട്ടുള്ള, അവൾക്ക് പരിചയമുള്ള ആൾക്കാർ, ഇഷ്ടമുള്ള, അവൾ കയറിയിട്ടുള്ള കടകൾ, വഴികളൊക്കെ കാണുമ്പം ഒരു പ്രത്യേക തരത്തിലുള്ള, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല കേട്ടോ, എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഈ ഒരു ഉത്സവത്തിനായിട്ടാണ് വന്നത്. ജാനകിക്കുട്ടിയുടെ ആദ്യത്തെ ഉത്സവമാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ദിവസം, അതായത് തലേ ദിവസവും മീനഭരണിയുടെ അന്നും പോയി ഈ അമ്പലത്തിൽ. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാർക്കര എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അല്ലേ? ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് എൻ്റെ അറിവ് പ്രകാരം ഞാൻ കുറച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഈ ശാർക്കര ക്ഷേത്രത്തിൽ ഈ പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഥയുണ്ട് കേട്ടോ. പണ്ട് ഇതിലെ ഈ സ്ഥിരം വ്യാപാരികൾ പോവുമായിരുന്നു, തിരുവിതാംകൂർ ആ ഒരു മേഖലയിലുള്ള വ്യാപാരികൾ സ്ഥിരം പോവുമായിരുന്നു. അപ്പം കുറച്ച് പേര് അവിടെ റെസ്റ്റ് ചെയ്തു. അവിടെ ഒരു വഴിയമ്പലം പോലെ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്ത സമയത്ത് പിറ്റേ ദിവസം അവർ എഴുന്നേറ്റ് പോകുമ്പം അവരുടെ കയ്യിലുള്ളൊരു ശർക്കര പാത്രം അവിടെ ഒട്ടിപ്പിടിച്ചു വന്നു, അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം നമ്മുടെ വില്വമംഗലം സ്വാമിയാർ, കൃഷ്ണഭക്തനായിട്ടുള്ള വില്വമംഗലം സ്വാമിയാർ അതിലെ വരെയും അവരെ രക്ഷിക്കുകയും ചെയ്തു. അതായത് അതിനകത്ത് ദേവി ചൈതന്യം, ആ ശർക്കര പാത്രത്തിനകത്ത് ദേവി ചൈതന്യം കാണുകയും പിന്നീട് അവിടെ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ദേവിയെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നീട് ഈ ശർക്കര പാത്രം ഇരുന്ന സ്ഥലം പിന്നീട് ശാർക്കരയായിട്ട് മാറുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു മീനഭരണിക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്, ഈ ഒരു ആചാരമാണ് ഈ തൂക്കം, ഗരുഡൻ തൂക്കം. അതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക്, അപ്പോൾ നിങ്ങൾ സമയം പോലെ അതും കാണാം. അപ്പം അങ്ങനെയാണ് ഈ ശാർക്കര ദേവി ക്ഷേത്രമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാളിയൂട്ട് നടത്തിയത് ഇവിടെയാണ്. പിന്നെ പണ്ട് പ്രേം നസീർ ഇവിടെ ഒരു ആനയെ സമർപ്പിച്ചതായിട്ടൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഉത്സവമൊക്കെ കൂടി ഒത്തിരി നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഒരുപാട് പഴയ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു, ഒരുപാട് ഫ്രണ്ട്സിനെ പറ്റി ഷെയർ ചെയ്തു. അങ്ങനെ വളരെ നല്ലൊരു 2 ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല രസമാണ്, വളരെ തിരക്കേറിയതായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാ ഫാമിലിയും കൂടെ ഒത്തുചേർന്നൊരു ദിവസമായതുകൊണ്ട് തന്നെ നമുക്കതൊരു പ്രത്യേക ഫീലായിരുന്നു. നമ്മൾ ഒന്നിച്ച് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ആണെങ്കിലും അവിടെ ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇലയൊക്കെ ഇട്ട് സദ്യയൊക്കെ വിളമ്പിയിട്ടാണ് പിന്നെ ഉത്സവമൊക്കെ കൂടിയത് കേട്ടോ. അങ്ങനെ ഒരു നല്ല 2 ദിവസമാണ് നമുക്കവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ഈ നാട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഹാർട്ട് തരണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.